ആദ്യം എങ്ങടാ മറപ്പറയ്ക്ക് പറ്റില്ല, വെള്ളം ചൂടാക്കണം. നീ അങ്ങോട്ട് കൊണ്ട് ആണി പറിക്കേ. ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇവരോടല്ലേ പറഞ്ഞത്? അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് നിങ്ങൾ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? ആരിവൻ ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ. പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. ആഹാ, അച്ചുവിനെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശ ഉണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. സാമ്പാർ സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങിയേ. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ ചെക്കന്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ. അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. രാമ, ഓ ചെറുക്കന്റെ അനിയനാ രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറിരുന്നോ, ഞാൻ വിളമ്പാം. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. അയ്യോ സാറിരുന്നോ, ഞാൻ വിളമ്പാം. ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ് ആവട്ടെ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ. ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. മോനെ വാ. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. നമസ്കാരം സാർ. സുന്ദരി, ഇവാടെ കുത്തിയിരുന്ന് വർത്താനം പറയാം. ഹലോ, ഞാൻ പറഞ്ഞു. എടാ നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ എന്ന് കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.